താൻ ആ മലപ്പുറം സുലൈമാൻ കേസിലെ പ്രതിയല്ലേ? അല്ല, ഞാൻ ഈ സ്കൂളിലെ പ്രതിയാ. അല്ല, ഞാൻ ഇവിടുത്തെ പ്യൂണാണ് സാർ. പിന്നെന്തിനാ എന്നെ കണ്ടപ്പോ താൻ മുഖം തിരിച്ച് നടന്നു കളഞ്ഞത്? മുഖം തിരിച്ചാല് ഞാൻ തന്നെ ഒന്നായിട്ട് ഞാൻ ലേശം ചായ അങ്ങ് പോവായിരുന്നു. തന്റെ പേരെന്താ? അന്ത്രു. താനാണ് ടിക്-20 അല്ലേ? അത് വെറുതെ കുരുത്തം കേട്ട കുട്ടികളെ കളിയാക്കാൻ വിളിക്കുന്നതാണ്, അല്ലാതെ. പിഷാടി മാഷിനെ കൊല ചെയ്തത് താനല്ലേ? പടച്ചോനെ, നമ്മള് മലക്കുകളും കൂടി അറിയാത്ത കാര്യമാണല്ലേ. ടിക്-20 ആണ് പിഷാടി മാഷിനെ കുടിപ്പിച്ചെന്നാണല്ലോ ഞങ്ങൾക്ക് കിട്ടിയ റിപ്പോർട്ട്. അത് നമ്മൾ ഉദ്ദേശിച്ചല്ല. അവന്മാര് കലക്കി കൊടുത്ത ശരിക്കുള്ള മരുന്നിന്റെ പേരാണ്. യവന്മാര്? നമ്മൾ മാധവൻകുട്ടി മണിയണ്ടനും. ഓഹോ, ഹെഡ് മാസ്റ്റർ അകത്തുണ്ടോ? ഇല്ല, വക്കീലിനെ കാണാൻ വേണ്ടി പോയിരിക്കാ. വക്കീലിനെ കാണാനോ? അതെ, കുറുപ്പ് മാസം 1-ാം കെട്ടിലെ മോനാണല്ലോ മാധവൻകുട്ടി. മുൻകൂർ ജാമ്യം എടുക്കാനായിരിക്കും. കുറുപ്പ് മാസ്റ്ററുടെ വീട് എവിടെയാ? നമ്മൾ ആസ്പത്രിന്റെ ഇടത്തെ റോഡിലൂടെ ഇറങ്ങി വലത്തോട് തിരിഞ്ഞാൽ 1, 2, 3 5-ാമത്തെ വീടാ. താമസിക്കോ? അത കഴിച്ചില്ലായി. പിഷാടി മാഷയുടെ കൊണ്ടുവന്നാരാ? മണികണ്ഠൻ. മണികണ്ഠനോ? മാധവൻകുട്ടി ഉണ്ടായിരുന്നു. ഓ, അമ്മ പറയണത് മോനൊന്ന് കേക്ക്. രണ്ടാളും തൽക്കാലം എങ്ങോട്ടെങ്കിലും ഒന്ന് മാറി നിൽക്കും. ഞങ്ങൾ എന്തിനാ മാറുന്നത്? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഈശ്വരൻ അറിയാം. പക്ഷെ അന്വേഷിച്ചു വരുന്ന ഈശ്വരനല്ലല്ലോ. നീ വേണ്ടി പോരുത്. ഈ പൊല്ലാപ്പനൊക്കെ കാരണം നീ ഒറ്റ ഒരുത്തനാ. മാധവൻകുട്ടി, ആപത്തിപ്പെടുമ്പോ തള്ളി പറയുന്ന ഒരു നല്ല ഫ്രണ്ടിന്റെ ലക്ഷണമല്ല. ഒക്കെ നിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്താണെന്ന് നോക്കണം. ഇങ്ങനെയൊക്കെ വരുമെന്ന് ആരെങ്കിലും കരുതിയോ? എന്റെ കഷ്ടകാലത്തിനാണ് അയാളെ പിടിച്ച് വണ്ടി കയറ്റാൻ തോന്നിയത്. ഇനി ഒട്ടും വൈകിക്കണ്ട, വേഗം പൊയ്ക്കോ. എന്റെ മുമ്പിൽ വെച്ച് നിന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. മാധവൻകുട്ടി, നീ വാ. എങ്ങോട്ട്? അതൊക്കെ പിന്നെ തീരുമാനിക്കാം. ഈ അവസ്ഥയിൽ അമ്മ എങ്ങനെയിട്ട് വിഷമിപ്പിക്കുന്നത് ശരിയല്ല. വാ. അയ്യോ, അങ്ങോട്ട് പോണ്ട, അത് മെയിൻ റോഡ്. മാധവൻകുട്ടി എവിടെയാണെന്ന് നിങ്ങൾക്ക് അറിയാവോ? അറിയില്ല. എന്റെ മോനൊരു പാവമാ. അവൻ ആരെയും കൊന്നിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. ആളിവിടെ ഉണ്ടാകാ ചോദിച്ചത്. ഇല്ല. സോറി, ഞങ്ങൾക്ക് ഈ വീടൊന്ന് പരിശോധിക്കണം. ഇതെങ്ങോട്ടുള്ള വഴിയാ? അമ്പലത്തിലേക്ക്. ഒത്തിരി ദൂരം ഉണ്ടോ? കുറച്ച് പോണം. ഷോർട്ട് കട്ട് ഒന്നും ഇല്ലേ? ഉണ്ട്, പക്ഷെ കുറച്ച് ചുറ്റി പോണം. അതെന്താ ഈ ഏരിയയിൽ ഇങ്ങനെ? നീ ഒന്ന് ചുമ്മാ ഇരടേ, തമാശ പറയാനുള്ള സമയമല്ല ഇത്. നടക്കാം. നമ്മൾ ഓടിയത് മോശമായി പോയല്ലേ? ഏയ്, നന്നായിട്ട് ഓടില്ലേ? അതല്ലേ, പോലീസിനെ കണ്ടപ്പോ നമ്മൾ തിരിഞ്ഞോടിയത് ശരിയായില്ല. നേരെ എന്ന് സത്യം തുറന്നു പറയായിരുന്നു. എങ്കിൽ അഴിയന്നെ കിടക്കാമായിരുന്നു. സത്യം പറഞ്ഞാല പിന്നല്ലാതെ സത്യം ഒന്ന് കേൾക്കുന്നത് പോലീസിന് ഇപ്പൊ അലർജിയാ. ഇതുവഴിയുള്ള നടപ്പത്ര പന്തിയല്ല. അമ്പലത്തിനകത്ത് ആരെങ്കിലും കാണുമോ? ഈശ്വരൻ കാണും. നവാ, സത്യം നോക്ക്, പുള്ളിക്കാരനോട് തുറന്നു പറയാം. എവിടെ പോയി വിളിച്ചാലും എന്റെ കയ്യിൽ നിന്ന് അവൻ രക്ഷപ്പെടുന്നു കരുതണ്ട. എന്താ വലിയിട്ട് അതൊക്കെ? നിനക്ക് തോന്നുന്നുണ്ടോ എനിക്കൊരാളെ കൊല്ലാൻ പറ്റുമെന്ന്? എന്നിട്ട് ഇപ്പൊ എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും. എവിടെ പോയി ഒളിച്ചാലും കൊച്ചേട്ടൻ കണ്ടുപിടിക്കും. അന്വേഷിക്കാൻ ആളുകളെ കൂട്ടാൻ പോയിരിക്കുക. ചേട്ടന് സംശയം തോന്നിക്കാത്ത ഒരേ ഒരു സ്ഥലേ ഉള്ളൂ. എവിടെ? ഞങ്ങളുടെ വീടിന്റെ മച്ചിന്റെ മേളില്. സൂപ്പർ ഐഡിയ, താങ്ക് യു. അല്ല, ഇതാര്? എന്റെ കാമുകനോ? കാമുകനോ? അതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാ. എല്ലാം ഞാൻ മച്ചിന്റെ മോളിൽ ഇരുന്ന് വിശദമായിട്ട് പറയാം. ശരി, വരൂ. വരൂ വലിയേട്ടാ. എന്തായി? അവരിവിടെ നിന്ന് വല്ല വിവരവും കിട്ടിയോ? കിട്ടിയ പിന്നെ ഞങ്ങൾ തിരിച്ചു വരുമോ? അതിന് നീ ഇങ്ങനെ ചാടി കടിക്കണ എന്തിനാ? തപ്പാവുന്നിടത്ത് മുച്ചൂടും തപ്പി. ഇനിയിപ്പൊ കുറ്റ്യാടി മടയിലും ചേളാരി ഭാഗത്തൊന്നും തപ്പണം. അതിലർക്ക് കൃഷ്ണകുട്ടി ഒന്ന് വീണു. എന്നിട്ട് വല്ലതും പറ്റിയോ? ഏയ്, വിരല് ചെറുതായിട്ടൊന്ന് വിളിക്കാം, അത്രേ ഉള്ളൂ. ഈ ഇത്ര റെസ്റ്റ് എടുക്ക്, നമ്മള് പോയിട്ട് വരാം. നിങ്ങൾ 5-6 ആള് മടയിലേക്ക് വിട്ടോ. നിങ്ങൾ 4-5 ആള് തേവര മീൻപറമ്പിലേക്ക് പോയിക്കോ. നമ്മളൊന്ന് ചേളാരിയിലേക്ക് പോട്ടെ. ചേളാരി ഭാഗത്ത് നമ്മള് സ്വന്തം CID 1-2 പേരെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്നാലും ഒന്ന് പോയി കളയാ. മുങ്ങിക്കുന്നത് പറഞ്ഞ വിത്തുകളാണേ. പിന്നീടാ എന്താ
എന്റെ ബലമായ സംശയം അവൻ അവിടെ തന്നെ കാണുന്ന മച്ചിന്റെ മുകളിലോ പത്തായപ്പുരയിലോ. അവിടൊക്കെ പോലീസ് അരിച്ചു പറിക്കതാ. അമ്മ നോയിക്കോ, അവൻ ഏത് മച്ചന്റെ മുകളിൽ പോയി ഒളിച്ചാലും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോണില്ല. നമ്മൾ ഇവിടെ ഉണ്ടെന്ന കാര്യം അവൻ അറിഞ്ഞു എന്നാ തോന്നണേ. അവൻ പൊതുവെ പറഞ്ഞതാ. മോനെ, പെണ്ണിന്റെ കല്യാണം അടുത്തടുത്ത് വരണം. അവനിനി അതിന്റെ ഇടയിൽ കയറി വല്ല കുഴപ്പമുണ്ടാക്കൂ? ഉണ്ടാക്കും. അവൻ അങ്ങനെ വല്ല നോക്കാനുണ്ടോ? എന്നെ തോൽപ്പിക്കാൻ വേണ്ടി വന്നാൽ അവൻ അമ്മൂന്റെ കല്യാണം മുടക്കും. ഞാൻ നിന്റെ കല്യാണം മുടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊച്ചേട്ടൻ പറയണൊന്നും കാര്യാക്കണ്ട. വല്യേട്ടന്റെ മനസ്സ് എനിക്കറിയാം. ആ, തൽക്കാലം ഉണഴിച്ച് കിടന്നുറങ്ങാൻ നോക്കേ. നീ പോയിക്കോ. കറി ഞാനല്ല കൊന്നത്. ആ കുഴപ്പമായി. വാ. താഴെ കുടിച്ചിട്ടിരിക്കുക. നീ എന്ത് ചെയ്യാൻ പോവാ? ഓട് വിളിച്ചാലോ? ഓട് വിളിച്ചാൽ അവരെ മുമ്പിലല്ലേ ചാടേണ്ടത്. വാ, ഇനി എങ്ങോട്ട് പോകും? നീ വന്നേ. ആ ടോർച്ച കേറുമ്പോഴേ അയാൾ മരിച്ചിരുന്നു സാർ. സാർ, പാകുട്ടി, എന്റെ പൊന്നു മോനെ, എന്റെ മോനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവനെ കൊണ്ടുപോകരുത്, കൊണ്ടുപോകരുത്. എന്റെ മോനെ കൊണ്ടുപോകരുത്. എന്റെ മോനെ കൊണ്ടുപോകരുത്. അയ്യോ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ പറയുന്നു കേൾക്കരുത്. നമ്മുടെ മോനെ കൊണ്ടുപോകരുന്ന് പറ. അവൻ ആരെയും കൊന്നിട്ടില്ല. മോനെ, നിന്നെ ഇതിനാണെന്ന് ഞാൻ വളർത്തിയത്. എനിക്ക് വയ്യ മോനെ കൊണ്ടുപോകരുത്. മോനെ, എന്തായി കാണിക്കണേ? ഒന്നു കിട്ടവള് മതിയായി നിനക്ക്. പക്ഷെ നീ ഒന്നോർത്തോ, ഈ കൊലച്ചതിക്ക് നിന്നോട് പകരം വിട്ടാതെ കുഞ്ഞുലക്ഷ്മി നീ മുടി കെട്ടില്ലടി. തൃപ്തിയായില്ലേ രണ്ടാൾക്കും? ഒരപേക്ഷയുണ്ട്. എല്ലാവരും കൂടെ എന്നെ ഒന്ന് കൊന്നുവരാമോ? എന്റെ ദൈവമേ, എന്തൊരു ഇരിപ്പാ മോളെ ഇത്. എഴുന്നേറ്റൊന്ന് വല്ലതും കഴിക്കേ.
ശാപം കിട്ടിയ ജന്മം എന്റേത്. എന്തിനാ സ്വയം ശപിക്കണേ? ഞാൻ കാരണം മാധവൻകുട്ടിക്ക് ഇങ്ങനെ ഒരു വെറുതെ ഓരോന്നോർത്ത് വിഷമിക്കരുത്. മോൾ എഴുന്നേറ്റ് വാ. വാ മോളെ. എന്തിനാണ് ഇന്ന് മോങ്ങുന്നത്? നിന്റെ വല്ലൊരു ചത്തോ? എന്തൊരു ചങ്കുറ്റവൾക്ക്! ആരും അറിയാതെ കൊലപാതകങ്ങളെ പിടിച്ച് മച്ചിലൊളിപ്പിക്കാൻ. വലിയ കൊന്നിട്ടൊന്നുമില്ല. തൂണോട് തീർത്ത് വെച്ച് ചവിട്ടിയാൻ തരും. അവിടെ ഒരു വല്യേട്ടൻ. അമ്മ എന്താന്നും മിണ്ടാത്തത്? ഇത്രയൊക്കെ ആയിട്ടും അവൾ അവന് വേണ്ടിയല്ല വക്കാലത്ത് പറയുന്നത് നോക്കി. ഇനി മതി, നീ ഒന്ന് അപ്പുറത്തേക്ക് അങ്ങനെ പോ. ആ, അമ്മ ഒറ്റയാളാ അവക്ക് 7 തരം മുഴുവൻ വെച്ചു കൊടുക്കുന്നത്. കൊഞ്ചിച്ചോ? മാഷൊന്നും കഴിക്കണില്ലേ? നിങ്ങളൊക്കെ കൂടി എനിക്കിത്തിരി വിഷം വാങ്ങിച്ചതാ. സന്തോഷത്തോടു കൂടി ഞാനത് കഴിക്കാം.